നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നവ്യാനുഭവങ്ങളുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നു ജീസസ് കിഡ്സ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശാന്തസുന്ദരമായ പച്ചപ്പിലേക്ക് ഒരു ഉല്ലാസയാത്ര. അവിടെയുണ്ട് നമ്മുടെ കുസൃതി കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. എന്താ വെയില്! ഈ ചൂട് ഇങ്ങനെ നിന്നാ മരിച്ചു പോകുമെന്നാ തോന്നുന്നത്. അത് നേരാ. ഈ വെയിലില് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാ. ഈ വർഷത്തെ പോലെ ഒരു ചൂട് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടേ ഇല്ല. നേരാ, ഓരോ വർഷവും ചൂട് കൂടി കൂടി വരികയല്ലേ. ഇങ്ങനെ പോയാ നമ്മുടെ നാട് കരിഞ്ഞുണങ്ങി വെള്ളം വറ്റി കൃഷി നശിച്ച് ആകെ താറുമാറാകും. അതെ അതെ, ഈ ചൂടിനെ അതിജീവിക്കാൻ കഴിയാതെ ജീവജാലങ്ങൾ വലയും, ഉറപ്പാ. ഈശ്വര, ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഒരു കണക്കിന് ഈ വരൾച്ചയ്ക്ക് കാരണക്കാര് നമ്മള് തന്നെയാ. നമ്മളോ? അതെങ്ങനെ? പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ചൂഷണത്തിന്റെ ഭാഗമായി ഇതെല്ലാം. പറഞ്ഞത് നേരാ. കാട്ടിലെ മരം മുഴുവൻ വെട്ടിത്തീർത്തു, ഭൂഗർഭജലം ഊറ്റി വിൽക്കാൻ തുടങ്ങി. അതെ, ഇതെല്ലാം വരൾച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. എല്ലാം സഹിച്ച് ജീവിക്കുക, അതിനെ ഇനി നമുക്ക് കഴിയും. ഇതിനെല്ലാം മാറ്റം വരണം. അത് ശരിയാ. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയായിട്ടാ കപിലെ നമ്മൾ ജീവിക്കുന്നത്. വസ്തുതകൾ തിരിച്ചറിയാനും നന്മയെ അംഗീകരിക്കാനും തിന്മയെ വെറുക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഒരു സമൂഹം രക്ഷപ്പെടും. ശരിയാ. തൽക്കാലം നമുക്ക് വേഗം നടക്കാം. നമ്മൾ വർത്താനം പറഞ്ഞു നിന്ന് ഞാനതങ്ങ് മറന്നു. പങ്കിലങ്കാട്ടിൽ സാംക്രമിക രോഗങ്ങൾ പടരുന്നു. കാരണം വരൾച്ച. കടുത്ത വരൾച്ച മൂലം എന്റെ കിണറ്റില് വെള്ളം പറ്റി. കുറച്ച് വെള്ളം ഞാൻ എടുത്തോട്ടെ. അയ്യോ, അതിന് എന്റെ കിണറ്റിലും വെള്ളം കുറവാണല്ലോ ഗംഭീരെ. പോരാത്തതിന് മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല. കുറച്ച് മതി. അലക്കും കുളിയൊക്കെ ഞാൻ പുഴയില് പോയിട്ട് ചെയ്തോളൂ. ശരി ശരി, എങ്കിൽ കോരിക്കോളൂ. ഇങ്ങനെ പോയാല് നമ്മൾ വെള്ളം കുടിക്കാണ്ട് മരിക്കുന്ന തോന്നുന്നു. ഒരു തുള്ളി വെള്ളം കിട്ടാതെ നെട്ടോട്ടമിടുന്ന അവസ്ഥയിലായി നമ്മുടെ ഈ കാട്. പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. എവിടെ ഇനിയിപ്പോ വെള്ളം കിട്ടാൻ പോണത്? ഈ വരൾച്ചയ്ക്ക് കാരണം ആഗോളതാപനമാണ്. പീലിയോ? എന്താ പീലി ഈ ഉച്ച സമയത്ത്? വാ കയറി ഇരിക്കി. എന്നിട്ട് പറ കാര്യങ്ങൾ. എന്താ വർത്തമാനം? എന്ത്? അവനാകെ ടെൻഷനില്ല. ഗംഭീറിന്റെ കിണർ വറ്റിയെന്നേ. പറഞ്ഞത് ശരിയാ, ഒടുക്കത്തെ ചൂട്. അത്യാവശ്യത്തിന് കിട്ടും. അതെന്തായാലും ഭാഗ്യായി, അല്ലെങ്കിൽ അത് പിന്നെ പറയാനുണ്ടോ? ഇവിടെ വെള്ളം വെക്കാ. പിന്നെ എവിടെയാ വെള്ളം? പിന്നെ ഒരുപാട് ദൂരം പോകണം. താഴെ പോണല്ലേ? എന്താ ആലോചിക്കുന്നത്? പപ്പീസിന്റെ കിണർ വെക്കാ താഴെ പോണല്ലേ? അതെ, ദൂരെ പോണം. പക്ഷേ എന്റെ കിണറ്റിൽ വെള്ളം ഉണ്ടല്ലോ. സംഗതി ശരി തന്നെ. പക്ഷേ നമ്മുടെ ഗംഭീര കുടിവെള്ളം എടുത്താ കിണർ വറ്റില്ലാന്നുണ്ടാ ഉറപ്പ്? അയ്യോ, പറഞ്ഞത് നേരാണല്ലോ. പിന്നെ താഴെ നിന്ന് വെള്ളം ചുമക്കേണ്ടി വരും. ഓട്ടോ അല്ല പപ്പീസേ, ഇന്നത്തെ പത്രം ഒന്ന് തരുമോ? അപ്പൂപ്പന് കൊടുക്കാനാ. വായിച്ചു കഴിഞ്ഞാൽ മടക്കി തരാൻ മറക്കരുത് കേട്ടോ. 6.50 വില. പത്രല്ല, എന്തായാലും മടക്കി തരും. പത്രത്തിൽ അങ്ങനെ പലതും കാണും എന്ന് വെച്ചിട്ട് തരാൻ മടിക്കണ്ട.
അല്ല പീലി പറഞ്ഞതിലും കാര്യമില്ലേ എന്നൊരു തോന്നൽ. തോന്നലല്ല, കാര്യമുണ്ട്, കാര്യം. ശരിയാക്കി തരാം. പിന്നെ ഈ പീലി ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയില്ലേ ആ ഗംഭീർ എന്നെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്? അതൊക്കെ നേരായിരിക്കാം, പക്ഷേ ഈ സമയത്ത് ആ പാവത്തിന്റെ കുടിവെള്ളം മുട്ടിക്കരുതായിരുന്നു. അതെ, എന്നെ ആ ഗംഭീർ ഉപദ്രവിച്ചപ്പോ നിങ്ങൾക്ക് ആർക്കും സഹതാപം ഉണ്ടായിരുന്നില്ലല്ലോ. ഓ, അതുപോലെയാണോ ഇത്? ജീവിത പ്രശ്നമാ, ജീവിത പ്രശ്നം. അതെ, അതൊക്കെ എനിക്കറിയാട്ടോ. പീലി, ആ പപ്പീസിനി ആ പാവത്തിന് കിണറ്റിൽ നിന്നും വെള്ളമെടുക്കുവാൻ സമ്മതിക്കുമോ? സമ്മതിക്കരുത്, അതിനല്ലേ ഞാൻ പാര വെച്ചത്. ഓ, ഈ പീലിക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലല്ലോ. എന്നെ ആരും മനസ്സിലാക്കാൻ നോക്കണ്ട. പീലി നിക്ക് നിക്ക്, പറയുന്നത് കേൾക്ക്. അതെ, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാട്ടോ. ഓ, ഇവന്റെ ഒരു കാര്യം എന്തൊരു കഷ്ടം. ഗംഭീർ പണ്ട് എന്തോ ചെറിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെയായാലും നമ്മൾ ഉപദ്രവിച്ചവരെ തിരിച്ചുപദ്രവിക്കാൻ തക്കം പാർത്തിരിക്കുന്നത് ശരിയല്ല. അത് തന്നെയായി ഞാനും പറയുന്നേ. നമുക്ക് ആരാ എപ്പോഴാ സഹായത്തിന് വരികയെന്ന് പറയാനാവില്ലല്ലോ. പഠിച്ചോളൂ. എന്റെ മുറ്റത്ത് കയറി പോകരുത്, പറഞ്ഞേക്കാം. മര്യാദക്ക് ഇറങ്ങിക്കോ. അയ്യോ പപ്പീസ്, അതൊക്കെ മനസ്സിലായി, അതുകൊണ്ടാ പറഞ്ഞത്. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞില്ല ഇത് എനിക്ക് തന്നെ തികയില്ലെന്ന്. എനിക്കൊരു പാത്രം വെള്ളം മതി. മലയാളം പറഞ്ഞ മനസ്സിലാകില്ലേ? ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല. പപ്പീസ്, കുടിക്കാൻ കുറച്ച് വെള്ളത്തിന് വേണ്ടിയില്ല ഞാനിങ്ങനെ വന്നത്. കുറെ നേരമായല്ലോ. ഇനിയിപ്പോ വെള്ളം കിട്ടാതെ മരിച്ചാലും ശരി, ഞാനൊരു തുള്ളി വെള്ളം പോലും തരില്ല. അയ്യോ എന്റെ ദൈവമേ, ഇനി എനിക്ക് എവിടുന്ന് വെള്ളം കിട്ടും? മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോ. അങ്ങനെ മര്യാദയ്ക്ക് കൊളിച്ചേട്. മോട്ടു, ഞാൻ ആകെ വിഷമത്തിലാണെന്ന്. ഞാൻ അറിഞ്ഞുവല്ല, പക്ഷെ എന്ത് ചെയ്യാനാ? പപ്പീസ് എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിന്റെ കാരണക്കാരൻ പപ്പീസ് അല്ല, ആ പീലി ഇതിന് പിന്നിലൊക്കെ. ഓഹോ, അതാണോ കാര്യം? പണ്ട് കളിപ്രായത്തിൽ കളിയാക്കിയെന്നൊരു കുറ്റം പറഞ്ഞ എന്നോട് ഇപ്പോഴും പീലി പിണങ്ങി നടക്കണത്. എന്നാലും ഞാനും പപ്പീസും എങ്ങനെ കഴിഞ്ഞവരാണെന്ന, എന്നിട്ടും എന്നോട് ഇങ്ങനെ പപ്പീസ് പെരുമാറിയല്ലോ. സാരമില്ലെന്നേ, എല്ലാം ശരിയാവും. നീ വാ, കൊറേ നേരമല്ലേ നടക്കുന്നു. നമുക്ക് കരുണാലയത്തിൽ പോയി മോരും വെള്ളം കുടിക്കാം. മോരും വെള്ളമെങ്കിൽ മോരും വെള്ളം. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും ഈ കിണറ്റിൽ നീർപ്പോളകളുടെ ലളലമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. ഓ വന്നു. എന്തൊരു ദുഷ്ടത്തര നീ കാണിച്ചത്. കഷ്ടം തന്നെയാ ആ പപ്പീസിന്റെ കാര്യം കേട്ടോ. അതെ അതെ, ഗംഭീർ ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും. അല്ല, പപ്പീസ് വീണ് പരിക്ക് പറ്റിയതിന് ഗംഭീർ എന്തിനാ ചിരിക്കുന്നത്? കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ സമ്മതിക്കില്ലല്ലോ. അതാ കുഴപ്പം. ഗംഭീർ കൊറേ ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവന്നു. തൊട്ടടുത്ത് കിണറുള്ള പപ്പീസ് ഗംഭീറിന് വെള്ളം കൊടുത്തില്ല. കാരണക്കാരി ആരാ? പീലിയല്ലേ? അതൊക്കെയുണ്ട്, പക്ഷേ പപ്പീസിന്റെ കിണറ്റിലെ വെള്ളവും പറ്റി. പപ്പീസും ദൂരെ നിന്ന് വെള്ളം ചുമക്കേണ്ടി വന്നു. എല്ലാം ഒരു ദൈവനിയോഗം. ഗംഭീർ ചിരിക്കുന്നുണ്ടാവുന്നു. ഗംഭീറല്ലേ? പാവം. കണ്ടു കണ്ടു മടുത്തോ ഗംഭീറെ? അല്പം സാരില്ലെന്നേ. ആട്ടെ, നിങ്ങൾ പപ്പീസിനെ കാണാൻ പോവാണോ? എന്താ? അല്ല ഗംഭീറെ, ഞാൻ സഹായിക്കാം. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ചെല്ല്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാം. പതുക്കെ വന്നോളാം. ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. കഷ്ടം. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, അത്ര തന്നെ. അതെ സാറേ, ഞാൻ വലിയ തെറ്റാ ചെയ്തത്. അതിനുള്ള ശിക്ഷയാ ദൈവം എനിക്ക് നൽകിയത്. പോട്ടെ, എന്തായാലും പപ്പീസിന്റെ തെറ്റ് മനസ്സിലായല്ലോ. എങ്ങനെയുണ്ട് പപ്പീസേ? എങ്ങനെയുണ്ടാവാനാ, ഞാൻ ഉണ്ടാക്കി വെച്ചതല്ലേ.
ചിലരുടെയൊക്കെ ഉപദേശം കാരണം. സാരമില്ല പപ്പീസേ, കഴിഞ്ഞത് കഴിഞ്ഞു. സാറേ, ഈ പീലിയ ഗംഭീർ ഇവിടുന്ന് വെള്ളമെടുക്കുന്നത് കാരണം കിണറ്റിൽ വെള്ളം കുറയുമെന്ന് പറഞ്ഞത്. അത് കേട്ട് ഞാൻ ഗംഭീറിനെ വിലക്കി. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഓ, മറന്നു. എങ്ങനെ മറക്കാനാ? ഗംഭീറിന്റെ വെള്ളം കൊടുക്കാത്തതിന് ദൈവം തന്ന ശിക്ഷ. എന്റെ കിണറ്റില് വെള്ളവും പറ്റി. കണ്ടോ സാറേ, കഷ്ടപ്പെട്ട് വെള്ളവുമായി വരുന്നത് എനിക്ക് വേണ്ടിയാ. ഈ ദുഷ്ടനായി എനിക്ക് വേണ്ടിയാ. എന്താ പപ്പീസ് ഇത്? അതെ പപ്പീസേ, എപ്പോഴും നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് അയൽവാസികൾ. അകലങ്ങളിലെ ആത്മസുഹൃത്തുക്കൾ വൈകിപ്പോകും. എല്ലാം വിട്ടുകള പപ്പീസ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താ പീലി? സാറേ, ഞാൻ തെറ്റ് ചെയ്തു. എനിക്ക് മാപ്പ് തരും പപ്പീസേ. എനിക്ക് ഗംഭീറിന്റെ കൂടെ പപ്പീസിനെ സഹായിക്കണം. ഇനി ഞാൻ വെള്ളം കൊണ്ട് തരും. പീലിക്ക് തെറ്റ് മനസ്സിലായല്ലോ, അത് മതി. നിങ്ങൾ ഒരു കാര്യം അറിയുക, നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സഹായിക്കാനുള്ളതാ, അല്ലാതെ ഉപദ്രവിക്കാനുള്ളതല്ല. പക മനസ്സിൽ വെച്ച് പ്രതികാരദാഹിയായി മാറുന്നത് ഒരു നല്ല മനസ്സിന്റെ ലക്ഷണമല്ല. മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു മനസ്സുണ്ടാകാൻ നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. ഓക്കേ? കാനനയാത്രയിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് വചനമാരിയുടെ ലോകത്തിലേക്ക്. ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു, ഇത് നീ വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കാരണം? എനിക്ക് ഭയങ്കര സന്തോഷം. അതെന്താ കാരണം? എനിക്ക് സന്തോഷമാണ്. പറ, എന്താ സന്തോഷത്തിന് കാരണം എന്താ? ഞാന് എന്റെ കൂട്ടുകാരുടെ കൂടെ ഇന്ന് ഒരുപാട് കളിച്ചു. ഓ, അത് ശരി. കൂട്ടുകാരുടെ കൂടെ ഒരുപാട് കളിച്ചതാണോ ഇത്ര വലിയ സന്തോഷം? അതെനിക്ക് സന്തോഷം. ഓ, കൂട്ടുകാരെ ഭയങ്കര ജീവനല്ലേ? ഓക്കെ, ടിങ്കുന് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഒരുപാട് ഫ്രണ്ട്സ്. എന്നാൽ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഏതാ? അതാരാ? പറ, ആരാ അത്? ഓ, ബിന്നിബു ആണോ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്? ഓക്കെ ഓക്കെ. ആട്ടെ, ബിന്നിബുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാ? അത് ഉറപ്പൊന്നുമില്ലേ? നീ ചോദിച്ചിട്ടില്ലേ ഇതുവരെ ആയിട്ടും? ഓ, ടിങ്കുവിന് ബിന്നിബു എന്ന് പറയുന്ന ഫ്രണ്ടിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ തിരിച്ചുണ്ടോ എന്നുള്ളത് ടിങ്കുവിന് അറിയത്തില്ല. നമ്മളുടെയും അവസ്ഥ ഒരുപക്ഷെ ഇതുപോലെ തന്നെ ആവാനാണ് സാധ്യതയുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാണ് നമ്മളെല്ലാം. നമ്മളെല്ലാം മനസ്സിൽ ആഗ്രഹമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. എന്നാൽ ദൈവം നമ്മുടെ സ്നേഹിതനാണോ? എന്നാൽ നമ്മൾ ചിന്തിക്കണം. ബൈബിളിൽ 2 വ്യക്തികളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം പറയുകയാണ്, അബ്രഹാം എൻ്റെ സ്നേഹിതനാണ്. അതുപോലെ യേശു കർത്താവും പറഞ്ഞു, എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ലാസർ. ആരൊക്കെയാ 2 സ്നേഹിതന്മാര്? അബ്രഹാമും ലാസറും. എന്തുകൊണ്ടാ ഇവര് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായെന്നറിയോ? എനിക്കറിയത്തില്ല. അതറിയണം. നമ്മൾക്കും ദൈവത്തിൻ്റെ നല്ല സ്നേഹിതന്മാരായി തീരാൻ സാധിക്കും. പക്ഷേ ഇവരിലുള്ള ചില യോഗ്യതകൾ നമ്മിലുണ്ടാകണം. ഒന്നാമത്, അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞു, അബ്രഹാം എൻ്റെ സ്നേഹിതനാണ്. എന്താ കാരണം എന്നറിയാമോ? അബ്രഹാം ഒരു വിശ്വാസ വീരനായിരുന്നു. അങ്ങൾ പറഞ്ഞു തരാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര പുറപ്പെടണം. തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ ദൈവം പറഞ്ഞതുപോലെ അബ്രഹാം വിശ്വസിച്ച് യാത്ര പുറപ്പെട്ടു. തൻ്റെ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും തൻ്റെ സകലവും വിട്ടിട്ടാണ് ദൈവം പറഞ്ഞത് വിശ്വസിച്ച് താൻ യാത്ര പുറപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ നാം വിശ്വസിക്കണമെന്നുള്ളതാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം, ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കണം. അബ്രഹാമിന് ദൈവത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അബ്രഹാമിനോട് തൻ്റെ മകനെ യാഗം കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. മകൻ്റെ പേരറിയാമോ? എന്താ പേര്? ശരിയാണ്. തന്നോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ
നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ നീ യാഗം കഴിക്കണം. എത്രയോ നാൾ കാത്തിരുന്നിട്ടാണ് ആ മകനെ കിട്ടിയെന്നറിയാമോ? വിശ്വാസവീരനായ അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് തൻ്റെ ഭൃത്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളെവിടെ ഇരിപ്പിൻ, ഞാനും മകനും പോയി തിരിച്ചു വരാം. ശരിക്കും എന്തിനാ അബ്രഹാം പോകുന്നത്? പക്ഷെ അബ്രഹാം പറയുന്നത് എന്താ? തിരിച്ചു വരാൻ. ഉണ്ടോ? എന്താ കാരണം? തൻ്റെ വിശ്വാസത്തിന് പൂർണ്ണതയുണ്ടായിരുന്നു. മാത്രവുമല്ല, അപ്പനും മകനും ഒരുമിച്ച് പോകുന്ന സമയത്ത് ഈ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ, സാധാരണ യാഗത്തിന് പോകുമ്പം തീയും വിറകും യാഗവസ്തുവിന് ആടിനെയും കൊണ്ടുപോകാറുണ്ട്, എന്നാൽ യാഗവസ്തു എവിടെയാണുള്ളത്? അപ്പോൾ അബ്രഹാം പറഞ്ഞു എന്താണെന്നറിയാമോ? അബ്രഹാം പറഞ്ഞു, ദൈവം തൻ്റെ യാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും മകനെ എന്ന്. കാരണം തൻ്റെ വിശ്വാസം അത്ര പൂർണ്ണമായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം നോക്കി വിളിക്കുന്നത് എൻ്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാം. നാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരണമെങ്കിൽ അബ്രഹാമിലുള്ള പൂർണ്ണമായ ഉറച്ച വിശ്വാസം നമ്മിലുണ്ടാകണം. അതെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തോട് അപേക്ഷിച്ചു, നമുക്ക് കിട്ടിയില്ല, നമ്മുടെ വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഉറച്ച വിശ്വാസം നമ്മിലുണ്ടാകണം. അതുപോലെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ, അതാരാത്? യേശുവിൻ്റെ സ്നേഹിതനായിരിക്കുന്ന ലാസർ. എന്താ കാരണം എന്നറിയാമോ? ലാസറിൻ്റെ ഭവനത്തിൽ യേശു കർത്താവിന് എപ്പോൾ വേണമെങ്കിലും ചെല്ലാമായിരുന്നു. അതുമാത്രവുമല്ല, യേശുവിനെ അവിടെയുള്ള ആളുകൾ കല്ലെറിയുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ലാസർ യേശുവിനെ വീട്ടിൽ ക്ഷണിച്ച് ആളുകളുടെ മുമ്പിൽ വലിയൊരു വിരുന്ന് കഴിച്ചു. എന്താ കാരണം എന്നറിയാമോ? ലാസർ യേശുവിൻ്റെ വചനത്തെ ജീവിതത്തിൽ അനുസരിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും യേശുവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടിയാണ് സ്നേഹിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്ന നല്ല കൂട്ടുകാരായി തീരുമ്പോൾ ലാസറിനെ പോലെ യേശുവിൻ്റെ നല്ല സ്നേഹിതന്മാരായി നമുക്കും തീരുവാനിടയായി തീരും. കൂട്ടുകാരെ, നിങ്ങൾക്കും യേശുവിൻ്റെ സ്നേഹിതന്മാരാകണമോ? അങ്ങനെയെങ്കിൽ അബ്രഹാമിലുള്ള വിശ്വാസവും ലാസറിലുള്ള സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇന്നത്തെ അനുഭവങ്ങൾ നിങ്ങളിൽ എങ്ങനെയെന്നറിയാൻ ആഗ്രഹം. എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്തയാഴ്ച പുതു സല്ലാപ കാഴ്ചകളുമായി വരുന്നത് വരെ ബൈ.